സംസ്ഥാനത്ത് പ്രവാസികൾക്കായി NRI പോലീസ് സ്റ്റേഷൻ തുടങ്ങാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. ഇതിനായി 25 തസ്തികകൾ സൃഷ്ടിക്കും. നിലവിൽ പോലീസ് ആസ്ഥാനത്തെ NRI സെൽ മാത്രമാണ് പ്രവാസികൾക്കായുള്ളത്. ഹരിമോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരിമോഹൻ, പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് ആശ്വാസമാകുന്ന ഒരു നീക്കമാണല്ലേ? ആര്യാശ്വതി, തീർച്ചയായിട്ടും വളരെ ആശ്വാസകരമായ ഒരു നീക്കമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇതേവരെ ഇങ്ങനൊരു പോലീസ് സ്റ്റേഷൻ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു NRI സെൽ മാത്രമാണ്. ആ NRI സെൽ അവിടെ തന്നെ ഉണ്ടാകും. അതിന് നേതൃത്വം നൽകുന്ന SP-യുടെ കീഴിൽ പുതിയൊരു പോലീസ് സ്റ്റേഷൻ ആരംഭിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കാണ് ഇന്ന് മന്ത്രിസഭാ യോഗം എത്തിച്ചേർന്നത്. ഏകദേശം 3.5 ദശലക്ഷം പ്രവാസികൾ ഉണ്ടെന്നുള്ള ഒരു കണക്കാണുള്ളത്. ഇവർ വിവിധ തരത്തിലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ തട്ടിപ്പുകൾ, സൈബർ നിക്ഷേപ തട്ടിപ്പുകൾ, സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, വ്യാജ ജോലി ഓഫറുകൾ, അങ്ങനെ ഒരുപാടധികം തട്ടിപ്പുകൾക്ക് വിധേയരാകാറുണ്ട്. ഇത് NRI സെല്ലിലേക്കാണ് ഇവരുടെ പരാതികളെല്ലാം തന്നെ ചെല്ലാറുള്ളത്. NRI സെല്ലിന് മാത്രമായി ഇവരുടെ പരാതികളിൽ തീർപ്പുണ്ടാക്കാൻ പറ്റാറില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും നേരിട്ടുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധി. അപ്പോൾ അത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന NRI സെല്ലിന്റെ SP-യുടെ ചുമതലയിൽ ഒരു NRI പോലീസ് സ്റ്റേഷൻ കൂടി രൂപീകരിക്കുവാൻ സംസ്ഥാന പോലീസ് മേധാവി ഒരു നിർദ്ദേശം നൽകുകയും അത് മന്ത്രിസഭാ യോഗം അംഗീകരിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് 25 തസ്തികകളാണ് പുതുതായി സൃഷ്ടിക്കുക. ഒരു ഇൻസ്പെക്ടറും 6 സബ് ഇൻസ്പെക്ടർമാരും അതുപോലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരും ഒക്കെ അടങ്ങുന്ന 25 തസ്തികകൾ ഇതിനുവേണ്ടി സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു NRI പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ സ്റ്റേഷനിൽ ഈ ഓൺലൈൻ റിക്രൂട്ട്മെന്റ് അടക്കമുള്ള എമിഗ്രേഷൻ ആക്ടിന്റെ പരിധിയിൽ വരുന്ന കേസുകളടക്കം പരിഗണിക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആരംഭിക്കുമെന്നുള്ളതാണ് മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിന് ശേഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആര്യാശ്വതി. ഓക്കെ, ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്.